ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന ഫിഷ് കട്ട്ലയാണ് കേട്ടോ. അപ്പോൾ അതൊരു മീഡിയം ടൈപ്പാണ്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. നമുക്ക് എങ്ങനെയാണ് കട്ട്ലക്കറി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് ആദ്യം നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് മീനൊന്ന് വറുക്കാനായിട്ട് എടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വാലിൻ്റെ പീസാണ് കേട്ടോ എല്ലാം എടുത്തിരിക്കുന്നത്. നമ്മുടെ തലപ്പീസ് മാത്രമാണ് കറി വെക്കാനും വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജീരകപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് പുരട്ടി അങ്ങോട്ട് 10 മിനിറ്റോളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയം പോയിട്ട് നമുക്ക് ആദ്യം മീൻ കറി വെക്കാനും വേണ്ടി ആദ്യം തന്നെ നമുക്കൊന്ന് ചട്ടി എടുത്ത് വെച്ച് കൊടുക്കാം. ഈ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ട് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് ജീരകവും ഒരു പിഞ്ച് ഉലുവയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കതിലോട്ട് സവാള, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ഇത് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്കൊന്ന് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ വേപ്പിലിടാൻ മറന്നുപോയി. അപ്പോൾ വേപ്പില ഇപ്പം ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെയും ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് കറിവേപ്പില. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലേ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ വരുള്ളൂ. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമുക്കൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ജീരകപ്പൊടി, 1/2 സ്പൂണ് ഫിഷ് മസാലപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മൂത്ത് വന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് പാകത്തിന് ഓട്ടുപുളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കേ. അപ്പോൾ ഞാനിതിൽ ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ കട്ട്ലയുടെ തലപ്പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ചാറൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് മീനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ.
നമ്മുടെ മീനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മൂടി കൊണ്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേസമയം നേരത്തെ വറുക്കാൻ വെച്ചിരിക്കുന്ന മീനും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു ചട്ടിയൊന്ന് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടിയൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ട് പാകത്തിന് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലോട്ട് മീനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കട്ട്ലയുടെ വാലിൻ്റെ പീസാണ് കേട്ടോ ഞാൻ വറുക്കാനും വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡൊന്ന് വെന്തൊന്ന് വന്നോട്ടെ. അപ്പോൾ ഒരു സൈഡൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില നമുക്ക് നല്ലതാണ്. ഞാൻ എല്ലാത്തിനും കറിവേപ്പില യൂസ് ചെയ്യും കേട്ടോ, എല്ലാ കറിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് തിരിച്ച് മീൻ കറിയിലോട്ട് തന്നെ വീണ്ടും പോകാം. അപ്പോൾ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ തിളച്ച് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പൂൺ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. ഒരുപാട് ഇളക്കി മീൻ ഉടയാനൊന്നും പാടില്ല. അപ്പോൾ മീൻ കറിയിൽ ഒന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടാകും, നമുക്കൊന്ന് നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് മീനിൽ ഉപ്പും പുളിയും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ മീൻ കറി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബായ്.